വെൽക്കം ടു എൻട്രി ക്ലാസ്സസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 21/7/2023 നടന്ന 555/2021 ജൂനിയർ ഇൻസ്ട്രക്ടർ TPS ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇലക്ട്രോ ന്യൂമാറ്റിക് ഡിവൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് ഓർഡർലെസ് ആണ്. ഓക്കെ, question which is electro-pneumatic device. Options 7-segment display, BO motor, hydraulic cylinder. Option D lithium battery. Correct answer is hydraulic cylinder. Option C is right answer. Next, how many directions are there in a fluid flow in shuttle valve? ഇതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് A1, B2, C3 and D4. ഷട്ടിൽ വാൽസിന്റെ നമ്പർ ഓഫ് വാൽസ് എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ ഫ്ലൂയിഡ് ഫ്ലോയുടെ ഡയറക്ഷൻ വരുന്നത് 2 ഡയറക്ഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് DC മോട്ടോർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. ഓപ്ഷൻ എ സ്പീഡ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഓപ്ഷൻ സി ആർമേച്ചർ കറന്റ്, ഓപ്ഷൻ ഡി നമ്പർ ഓഫ് പോൾസ്. നമുക്കറിയാം സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് DC മോട്ടോർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് സ്പീഡ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, സെർവോ മോട്ടോർ ഹാസ് ഡാഷ് ടെർമിനൽസ്. സെർവോ മോട്ടോഴ്സിന്റെ നമ്പർ ഓഫ് ടെർമിനൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 ടെർമിനൽസ് ആണ് സെർവോ മോട്ടറിനുള്ളത്. പവർ, ഗ്രൗണ്ട് ആൻഡ് കൺട്രോൾ, അങ്ങനെ 3 ടെർമിനൽസ് ആണ് സെർവോ മോട്ടറിന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓപ്പറേഷൻസ് ദ PLC ഹാവ്. ഓപ്പറേഷൻസ് PLC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എത്ര ഓപ്പറേഷൻസ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. നമുക്കറിയാം PLC ഓപ്പറേഷൻ 4 ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇൻപുട്ട് സ്കാൻ, പ്രോഗ്രാം സ്കാൻ, ഔട്ട്പുട്ട് സ്കാൻ ആൻഡ് ഹൗസ് കീപ്പിംഗ്, അങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് PLCയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ ദ കമ്പോണൻസ് ദാറ്റ് ആർ റിക്വയർഡ് ടു ചേഞ്ച് ഓർ ക്രിയേറ്റ് എ പ്രോഗ്രാം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ PLC പ്രോഗ്രാമിംഗ് ഡിവൈസ്, ഓപ്ഷൻ ബി പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി കണക്ഷൻ കേബിൾ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. റൈറ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാൽവ് ഷുഡ് ബി യൂസ്ഡ് ഇഫ് ദർ ഈസ് എ നീഡ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഇൻ 4 ഡയറക്ഷൻ. 4 ഡയറക്ഷനിൽ ഫ്ലൂയിഡ് ഫ്ലോ വരുമ്പോൾ യൂസ് ചെയ്യുന്ന വാൽവ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ സ്പൂൾ വാൽവ്, ഓപ്ഷൻ ബി ഷട്ടിൽ വാൽവ്, ഓപ്ഷൻ സി ചെക്ക് വാൽവ്, ഓപ്ഷൻ ഡി റബ്ബർ വാൽവ്. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്പൂൾ വാൽവ്. നെക്സ്റ്റ്, ദ സ്മോൾ സെക്ഷൻ ഓഫ് ഫൈബർ വിച്ച് ഈസ് കപ്പിൾഡ് ടു ദി ഒപ്റ്റിക്കൽ സോഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഫ്ലൈ ലീഡ്, ഓപ്ഷൻ ബി പിക് ടെയിൽ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക്സ് ഓൺ ദ ഫിനോമിനൺ ഓഫ്. ഓപ്ഷൻ എ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഓപ്ഷൻ ബി പോളറൈസേഷൻ, ഓപ്ഷൻ സി ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ ഡി റിഫ്രാക്ഷൻ. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ഓഫ് DC മോട്ടോർ വിൽ പ്രൊവൈഡ്. ഓപ്ഷൻ എ കോൺസ്റ്റന്റ് കറന്റ് ഡ്രൈവ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രൈവ്, കോൺസ്റ്റന്റ് ടോർക്ക് ഡ്രൈവ് ആൻഡ് കോൺസ്റ്റന്റ് HP ഡ്രൈവ്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, കോൺസ്റ്റന്റ് ടോർക്ക് ഡ്രൈവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആക്ടുവേറ്റർ ഡസ് നോട്ട് നീഡ് എനി എക്സ്റ്റേണൽ പവർ സോഴ്സ്. ഓപ്ഷൻ എ 3 phase മോട്ടർ, ഓപ്ഷൻ ബി സോളിനോയിഡ് വാൽവ്, ഓപ്ഷൻ സി വാക്സ് മോട്ടർ, ഓപ്ഷൻ ഡി BO മോട്ടർ. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വാക്സ് മോട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പോണന്റ് ദാറ്റ് മേക്ക് PLC വർക്ക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഡാഷ് കോർ ഏരിയാസ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3, അതായത് 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. പവർ സപ്ലൈ, CPU, ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ, അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ PLC വർക്ക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, 3 കോർ ഏരിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ നോൺ ആസ് പൊപ്പറ്റ് വാൽവ്സ്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ സീറ്റ് വാൽവ്, ഓപ്ഷൻ ബി സ്ലൈഡ് വാൽവ്, ഓപ്ഷൻ സി പ്രഷർ റെഡ്യൂസിംഗ് വാൽവ്, ഓപ്ഷൻ ഡി ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, സീറ്റ് വാൽവ്സ് ആണ് പൊപ്പറ്റ് വാൽവ്സ് എന്ന് അറിയപ്പെടുന്നത്. Next, the PLC can be classified into option A 1, option B 2, option C 3, option D 4. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്,
അതായത് 2. അതായത് PLC നമ്മൾ മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്ന രണ്ടെണ്ണമാണ്, ഫിക്സഡ് PLC, മോഡുലാർ PLC. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് PLC മോഡൽ? ഓപ്ഷൻ എ PLC 084, ഓപ്ഷൻ ബി PLC 085, ഓപ്ഷൻ സി PLC 086, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ PLC 084. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of mechanical splicing exhibit the permanent binding of prepared fiber ends with the rigid alignment of the tube? Option A snap tube splicing, option B loose tube splicing, option C elastometric splicing, and option D precision pin splicing. The right answer വരുന്നത് ഓപ്ഷൻ എ ആണ്, snap tube splicing. Next question, the macroscopic bending losses show an exponential increase due to dash in radius of curvature. Option A increases, option B decreases, option C stability, option D none of the above. The right answer വരുന്നത് ഓപ്ഷൻ B ആണ്, decreases. Next question, which circuit is used in digital storage oscilloscope to convert input sample voltage into digital information? Input sample ne digital ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ റെക്ടിഫയർ സർക്യൂട്ട്, ഓപ്ഷൻ ബി അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഓപ്ഷൻ സി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, ഓപ്ഷൻ ഡി ഇൻവെർട്ടർ സർക്യൂട്ട്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ സർക്യൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് ദ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് will allow up to option A 10 channel, option B 20 channel, option C 30 channel, and option D 40 channel. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് 40 ചാനലാണ് അലോ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PLCs can be programmed in option A ladder logic, option B instruction list, option C sequential function chart, option D all of the above. PLC പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ 3 രീതിയിലും പ്രോഗ്രാം ചെയ്യാറുണ്ട്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിലേ കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ്, ഓപ്ഷൻ ബി ലോഡ് സർക്യൂട്ട്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. റൈറ്റ് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്, കൺട്രോൾ സർക്യൂട്ടും ഉണ്ട് ലോഡ് സർക്യൂട്ടും ഉണ്ട്. സോ സി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റിലേറ്റഡ് ടു സെർവോ മോട്ടോർ ഈസ് ഇൻകറക്റ്റ്? Options, option A provide high levels of torque and high speed, option B it expensive and widely available, option C servo motor can work in AC or DC, and option D it can be operated at 80 to 90% efficiency. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻകറക്റ്റ്. ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് വൈഡ്ലി അവൈലബിൾ ആണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, large number of narrow slots in stator of an AC motor is preferred because option A it carries to make narrow slots than wide open slots, option B large number of narrow slots reduces motor noise, option C large number of narrow slots reduces noise and tooth pulsation losses, option D it helps in uniform distribution of flux. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലാർജ് നമ്പർ ഓഫ് നാരോ സ്ലോട്ട്സ് റെഡ്യൂസസ് നോയിസ് ആൻഡ് ടൂത്ത് പൾസേഷൻ ലോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ റെയിലേ സ്കാറ്ററിംഗ് ഈസ് പ്രൊപ്പോർഷണൽ ടു? ഓപ്ഷൻസ്, ഓപ്ഷൻ എ 1/λ, ഓപ്ഷൻ ബി 1/λ², ഓപ്ഷൻ സി 1/λ⁻³ ആൻഡ് ഓപ്ഷൻ ഡി 1/λ⁴. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1/λ⁴. Next question, what is the operation performed by the following assembly language program of MC51? Option, clear A, move R1, #100H, move R7, #21H, again, move at the rate R1, A, increment R1, DJNC R7, again. Options വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ clears 21 RAM locations starting from the address 100H. Option B clears the 100 RAM locations starting from address 21H. Option C clears 79 RAM location starting from the address 100H. Option D clears 79 RAM location starting from the address 21H. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് clear the 21 RAM location starting from the address 100H ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the address range of SFR, special function register and address range
Option A 802FEH, option B 002FFH, option C 80H2FFH, option D 70H280H. Right answer വരുന്നത് 802FF ആണ്. ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, a three-phase fully controlled bridge uses option A 4 SCR, option B 8 SCR, option C 3 SCR and option D 6 SCR. Right answer വരുന്ന ഓപ്ഷൻ D ആണ്. 6 SCR ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, a diac triac built in the same chip is called option A thyratron, option B quadrac, option C thermistor and option D ignitron. ഇതിൽ റൈറ്റ് ആൻസർ വരുന്ന ഡയാക്ക് ട്രയാക്ക് സെയിം ചിപ്പിൽ ബിൽഡ് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേര് ക്വാഡ്രാക്ക് എന്നാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ DSO സ്റ്റോർ ദ പ്രോസസ്ഡ് ഡേറ്റ ഓഫ് ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ്? ഇൻപുട്ട് സിഗ്നലിനെ സ്റ്റോർ ചെയ്യുന്ന പോർഷൻ. ഓപ്ഷൻ എ മെമ്മറി, ഓപ്ഷൻ ബി സ്ക്രീൻ ഡിസ്പ്ലേ, ഓപ്ഷൻ സി അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ആൻഡ് ഓപ്ഷൻ ഡി ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മെമ്മറി. Next question, the function performed by the sample or hold circuit along with ADC in digital storage oscilloscope is option A storage, option B data display, option C data acquisition and option D upload to computer. നമുക്കറിയാം സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് വരുന്നത് ഡേറ്റ അക്വിസിഷൻ പാർട്ടിലാണ്. ഓപ്ഷൻ സി data acquisition is the right answer. Next question, what is the bit size of 8051 microcontroller? Option A 32-bit, option B 16-bit, option C 8-bit, option D 4-bit. നമുക്കറിയാം 40-pin 8-bit അതാണ് 8051 എന്ന് പറയുന്നത്. ഓപ്ഷൻ സി is the right answer, 8-bit. Next question, name the architecture and instruction set used for MC51. Option A Von Neumann architecture with CISC instruction set. Option B Harvard architecture with CISC instruction set. Option C Von Neumann architecture with RISC instruction set. Option D Harvard architecture with RISC instruction set. Right answer വരുന്നത് ഓപ്ഷൻ B ആണ്, Harvard architecture with CISC instruction set. Next, the number of input-output ports in 8051 microcontroller. Option A 4 ports, option B 5 ports, option C 3 ports, option D 6 port. Right answer വരുന്ന ഓപ്ഷൻ A ആണ്, 4 ports. SCON is serial port is used for which operation? Option A transferring data, option B receiving data, option C controlling data and option D controlling and transferring data. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കൺട്രോളിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ് ഡേറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ദ പർപ്പസ് ഓഫ് സാമ്പിളിംഗ്. ഓപ്ഷൻ എ കൺട്രോൾ ടൈം ബേസ് സിഗ്നൽ, ഓപ്ഷൻ ബി കൺവേർട്ട് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ, ഓപ്ഷൻ സി കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽ ടു അനലോഗ് സിഗ്നൽ ആൻഡ് ഡി വിഷ്വലൈസ് ദ സിഗ്നൽ ഓൺ സ്ക്രീൻ. റൈറ്റ് ആൻസർ വരുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ആണ്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ, കൺവേർട്ട് അനലോഗ് സിഗ്നൽ ടു ഡിജിറ്റൽ സിഗ്നൽ. Next question, which function makes a stable waveform displayed on DSO screen? Option A auto set function, option B triggering function, option C saving a setup function, option D recalling a setup function. Right answer വരുന്നത് ഓപ്ഷൻ A ആണ്, auto set function. Next question, the overall operations of digital storage oscilloscope is controlled by option A using discrete components, option B using diodes and transistors, option C using integrated circuits and transistors and option D using microprocessors. Right answer വരുന്നത് ഓപ്ഷൻ D ആണ്, using microprocessor. Next question, what is the advantage of DSO? Option A electron beam move across the screen, option B make measurements of digital data, option C store digital data for later viewing, option D process signals in analog format. Right answer വരുന്നത് ഓപ്ഷൻ C ആണ്, store digital data for later viewing. Next question, from the list what is the order of assembly and running 8051 program? ഓർഡർ തന്നിരിക്കുന്നത് myfile.asm, myfile.lst, myfile.obj, myfile.hex. ഓപ്ഷൻ എ 1 2 3 4, ഓപ്ഷൻ ബി 1 3 2 4, ഓപ്ഷൻ സി 1 4 3 2, ഓപ്ഷൻ ഡി 2 3 1 4. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സെയിം ഓർഡർ തന്നെയാണ് 1 2 3 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പിൻ പ്രൊവൈഡ് റീസെറ്റ് ഓപ്ഷൻസ് ഇൻ 8051?
Option A pin 11, option B pin 9, option C pin 8 and option D pin 1. Right answer is pin 9 ആണ്. Next, external access is used to permit option A peripherals, option B power supply, option C ALE, option D memory interfacing. External access use ചെയ്യുന്നത് memory interfacing വേണ്ടിയിട്ടാണ്. Option D ആണ് right answer. Next question, a freewheeling diode is used in controlled rectifier circuit in case of. Freewheeling diode is used in controlled rectifier circuits in case of option A resistive load, option B capacitive load, option C inductive load and option D all type of load. Right answer is option C ആണ് inductive load. Next question, from the following list a DC chopper circuit control can be adopted by option. First case, keeping T on constant and varying T off. Next, keeping T off and constant, varying T on. Next, varying T on T off ratio. There options A 1 and 2, option B 2 and 3, option C 1 and 3, option D 1, 2 and 3. DC chopper controlling provide ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ T on T off ratio ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഒന്നെങ്കിൽ ടി ഓൺ അല്ലെങ്കിൽ ടി ഓഫ് അല്ലെങ്കിൽ ടി ഓൺ ടി ഓഫ് റേഷ്യോ. സോ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് 1, 2, 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹേർട്ട് ഓഫ് ആൻ ഇൻവെർട്ടർ ഈസ് ഓപ്ഷൻ എ ഓസിലേറ്റർ സർക്യൂട്ട്, ഓപ്ഷൻ ബി റെക്ടിഫയർ സർക്യൂട്ട്, ഓപ്ഷൻ സി സെറ്റപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഓപ്ഷൻ ഡി ഫിൽറ്റർ. ശരിക്കും ഇത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് ഇനി PSC കീ വരുമ്പോൾ ആൻസർ കീ വരുമ്പോൾ ചെക്ക് ചെയ്യാം. Next question, thermistor is a transducer which convert option A heat into light, option B light into heat, option C temperature into equivalent electrical signal, option D electrical signal to equivalent temperature. Right answer വരുന്ന option C ആണ് temperature into equivalent electrical signal. Option C is the right answer. Next question, the insulating layer in MOSFET is made of. Option A silicon, option B p-type material, option C n-type material and option D silicon dioxide. Right answer വരുന്നത് ഓപ്ഷൻ ഡി ആണ്. SiO2 ലെയർ ആണ് നമ്മൾ ഇൻസുലേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി സിലിക്കൺ ഡയോക്സൈഡ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറണ്ട് ഡ്രിവൺ ഡിവൈസ്? ഓപ്ഷൻ എ BJT, ഓപ്ഷൻ ബി IGBT, ഓപ്ഷൻ സി JFET, ഓപ്ഷൻ ഡി MOSFET. റൈറ്റ് ആൻസർ കറണ്ട് കൺട്രോൾ ഡിവൈസ് അല്ലെങ്കിൽ കറണ്ട് ഡ്രിവൺ ഡിവൈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് കറണ്ട് ഡ്രിവൺ ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the shortcut for shut down the computer is option A Alt plus F4, option B Control plus S, option C Control plus C and option D Alt plus F5. Right answer വരുന്ന ഓപ്ഷൻ എ ആണ് Alt plus F4. Next question, which is the primary memory? Option A compact disk, option B hard disk, option C RAM and option D floppy disk. Right answer വരുന്ന ഓപ്ഷൻ C ആണ് RAM. Next question, which one of the following is measured of purity of the power output of the power supply? Option A rectification, option B ripple factor, option C regulation and option D knee voltage. Right answer വരുന്ന purification, power supply purification measure ചെയ്യുന്ന parameter എന്ന് പറയുന്നത് ripple factor ആണ്. Option B is the right answer. Next question, what will be the backup time of a UPS if it is backed up by 150 Ah? 12-volt battery driving a load of 150 watt. Options തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 12 hours, ഓപ്ഷൻ ബി 40 hours, ഓപ്ഷൻ സി 16 hours and ഓപ്ഷൻ ഡി 10 hours. റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് 12 hours. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ലോഡ് പവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേറ്റിംഗ് ഓഫ് ബാറ്ററി തന്നിട്ടുണ്ട്. സോ നമ്മൾ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു AH, അതായത് 150 × 12 എന്നുള്ള വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ബാക്കപ്പ് ടൈം എന്ന് പറയുന്നത് എനർജി ഡിവൈഡ് ബൈ ലോഡ് ആണ്. ദാറ്റ് ഈസ് 150 × 12 ഡിവൈഡ് ബൈ 150. സോ 12 hours ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വർക്കിംഗ് ഓഫ് SMPS ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻ എ ഇന്റഗ്രൽ കൺട്രോൾ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി ഫ്രീക്വൻസി കൺട്രോൾ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി ഫേസ് കൺട്രോൾ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി ചോപ്പർ പ്രിൻസിപ്പിൾ. റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. SMPS ഈസ് ബേസ്ഡ് ഓൺ ചോപ്പർ പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡിവൈസ് ഫോർ ഹൈ ഫ്രീക്വൻസി ഇൻവേർഷൻ ഇൻ SMPS? ഓപ്ഷൻ എ BJT, ഓപ്ഷൻ ബി IGBT, ഓപ്ഷൻ സി MOSFET ആൻഡ് ഓപ്ഷൻ ഡി GTO. റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് MOSFET. Next question, the function of the program counter.
Option A, data of the before execution to be executed. Next option, data of the execution instruction. Option C, address of the before instruction and address of the next instruction. Right answer വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രയാക്ക് ക്യാൻ ബി ട്രിഗേർഡ് ഇൻ ടു കണ്ടക്ഷൻ. Option A, only negative gate signals. Option B, only positive gate signals. Option C, without a gate signal. And option D, positive or negative gate signal. നമുക്കറിയാം ട്രയാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈഡയറക്ഷണൽ ഡിവൈസ് ആണ്. സോ ഇതിൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സിഗ്നലിനെ യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഗേറ്റ് സിഗ്നൽ. നെക്സ്റ്റ്, IGBT has, next question, IGBT has options high input impedance, low input impedance. Option C, large bipolar current carrying capacity. And option D, both A and C. IGBT ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ IGBT has high input impedance and also large bipolar current carrying capacity. So right answer വരുന്നത് ഓപ്ഷൻ ഡി ആണ്, both A and C. Next question, the type code printed on a Zener diode is BZC9B1. B stands for option A, silicon, option B, Zener, option C, tolerance, and option D, germanium. Right answer വരുന്നത് ഓപ്ഷൻ D ആണ്, Zener. Sorry, B stands for option A, silicon. A ആണ് റൈറ്റ് ആൻസർ, സിലിക്കൺ ആണ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ A. നെക്സ്റ്റ്, പിൻ നമ്പർ 2 ഓഫ് ടൈമർ IC555. ഓപ്ഷൻ A, ഔട്ട്പുട്ട്, ഓപ്ഷൻ B, ഗ്രൗണ്ട്, ഓപ്ഷൻ C, ഡിസ്ചാർജ്, ആൻഡ് ഓപ്ഷൻ D, ട്രിഗർ. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ട്രിഗർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഇൻ സിലിക്കൺ ഡയോഡ്. ഓപ്ഷൻ A, ഡബിൾസ് ഫോർ ഈച്ച് 10 degree rise in temperature. Option B, remains constant in all temperature. Option C, slightly changes with the temperature. Option D, doubles for each 25 degrees Celsius in temperature. Right answer വരുന്നത് ഓപ്ഷൻ A ആണ്, doubles for each 10 degrees Celsius in rise in temperature. Next question, arsenic is option A, acceptor impurity, option B, N-type semiconductor, option C, donor impurity, option D, P-type material. ആർസെനിക് എന്ന് പറയുന്ന ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. സോ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഡോണർ ഇമ്പ്യൂരിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയർ കോർ ട്രാൻസ്ഫോമേഴ്സ് യൂസ്ഡ് ഇൻ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് ബിക്കോസ്. ഓപ്ഷൻ എ, there will have no copper loss. Option B, there are large in size. Option C, these will have no iron loss. And option D, none of the above. Right answer വരുന്നത് ഓപ്ഷൻ സി ആണ്, these will have no iron losses. Next question, which of the following is a bidirectional device? Option A, BJT, option B, triac, option C, MOSFET, option D, SCR. Sorry, option C, IGBT ആണ്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രയാക് ആണ് ബൈഡയറക്ഷണൽ ഡിവൈസ്. തന്നിരിക്കുന്ന ലിസ്റ്റിൽ ട്രയാക് ആണ് നമ്മൾ ബൈഡയറക്ഷണൽ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്പിക്കൽ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് റെഡ് LED. ഓപ്ഷൻ എ 2.1 വോൾട്ട്, ഓപ്ഷൻ ബി 2 വോൾട്ട്, ഓപ്ഷൻ സി 2.2 വോൾട്ട്, ആൻഡ് ഓപ്ഷൻ ഡി 1.8 വോൾട്ട്. റൈറ്റ് ആൻസർ വരുന്നത് റെഡ് LEDയുടെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 1.8 വോൾട്ട് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. Next question, the rate of change of output voltage in operational amplifier is called. Option A, CMRR, option B, slew rate, option C, differential gain, option D, common mode gain. Right answer വരുന്നത് ഓപ്ഷൻ B ആണ്, slew rate. Change of output voltage, rate of change of output voltage എന്ന് പറയുന്നത് slew rate ആണ്. Next question, DC value of the pulsating output in a half wave rectifier. Option A, VDC is equal to 0.45 V peak. Next, option B, VDC is equal to 0.318 V peak. Option C, VDC is equal to 0.636 V peak. Option D, VDC is equal to 0.9 V peak. Right answer വരുന്ന ഓപ്ഷൻ B ആണ്, VDC is equal to 0.318 V peak. Next question, if input AC wave have frequency of 50 Hz applied to full wave rectifier, the output frequency of the pulsating DC will be. Option A, 25 Hz, option B, 50 Hz, option C, 75 Hz, and option D, 100 Hz. Full wave rectifier output frequency എന്ന് പറയുന്നത് 2 into F in ആണ്. So right answer option D is equal to 100 Hz. Next question, peak inverse voltage across the diode in a half wave rectifier with capacitor input filter.
ഓപ്ഷൻ എ VM, ഓപ്ഷൻ ബി ഹാഫ് VM, ഓപ്ഷൻ സി 2 VM, ഓപ്ഷൻ ഡി VM/π. ഇതിൽ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM ആണ്. പക്ഷെ വിത്ത് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ വരുമ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 VM ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ദ കറണ്ട് ത്രൂ ദ SCR ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഓപ്ഷൻ എ reducing the current through SCR below holding current, ഓപ്ഷൻ ബി removing the gate current, ഓപ്ഷൻ സി reverse the gate current, ഓപ്ഷൻ ഡി none of the above. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, reducing the current through SCR below holding current. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SCR has 2 leads 3 PN junctions, ഓപ്ഷൻ ബി 3 leads 3 layers, ഓപ്ഷൻ സി 3 leads 4 layers, ഓപ്ഷൻ ഡി 4 leads 4 layers. നമുക്കറിയാം SCR എന്ന് പറയുന്നത് എന്താണ്, ഒരു 4 layer 3 terminal device ആണ്. That is option C is the right answer. 3 leads and 4 layers. Next question, the equivalent circuit of triac is option A 1 NPN and 1 PNP transistors interconnected, option B 2 SCR connected in inverse parallel with the common gate, option C 2 diodes connected in reverse parallel, and option D 1 diode and 2 resistors. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 SCR കണക്റ്റഡ് ഇൻ ഇൻവേഴ്സ് പാരലൽ വിത്ത് കോമൺ ഗേറ്റ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ N channel JFET, if the gate voltage VGS is made more negative, then option A channel conductivity increases, option B channel conductivity decreases, option C depletion region decreases, option D channel current increases. സോ VGS JFETന്റെ കേസിൽ VGS മോർ നെഗറ്റീവ് ആവുകയാണെങ്കിൽ, അതായത് N ചാനൽ ആണെന്നുണ്ടെങ്കിൽ ഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, P ചാനൽ ആയിരിക്കും. സോ നമ്മൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് മോർ നെഗറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആണ്. സോ ഇവിടുത്തെ ഓപ്ഷൻസിൽ കറക്റ്റ് വരുന്നത് ചാനൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. Next question, what is the range of temperature setting on a soldering workstation for soldering SMD-ICs? SMD-ICs സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോൾഡറിംഗ് വർക്ക് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ഓപ്ഷൻ എ 100 ഡിഗ്രി സെൽഷ്യസ് ടു 200 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 200 ഡിഗ്രി സെൽഷ്യസ് ടു 250 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 250 to 280 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഓപ്ഷൻ ഡി 280 to 400 ഡിഗ്രി സെൽഷ്യസ്. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 250 to 280 ഡിഗ്രി സെൽഷ്യസ്. Next question, 3 terminals of IGBT. Option A emitter base collector, option B gate emitter collector, option C gate source drain, and option D emitter base 2. Emitter base 1 base 2. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗേറ്റ് എമിറ്റർ കളക്ടർ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, while testing a diac using multimeter, it should show option A low resistance in both the direction, option B higher resistance in one direction and low resistance in other direction, option C infinite resistance in either direction, and option D very low resistance in either direction. ഇതിൽ ശരിക്കും ഡയാക് എന്ന് പറയുന്ന ഒരു ബൈ ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഓപ്ഷൻ സി മേ ബി ദ റൈറ്റ് ആൻസർ. ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഇൻ ഏത് ഡയറക്ഷൻ ആവാനാണ് ചാൻസ് കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയാക് എക്സിബിറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ഓപ്ഷൻ എ ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ഓപ്ഷൻ ബി ബിലോ ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ഓപ്ഷൻ സി ലോ വാല്യൂസ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്നബ്ബർ സർക്യൂട്ട് ഈസ് യൂസ്ഡ്, option A to trigger the SCR, option B to trigger the triac, option C to avoid the false triggering of triac, option D to trigger diac. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു അവോയ്ഡ് ഫോൾസ് ട്രിഗറിംഗ് ഓഫ് ട്രയാക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ഓഫ് SCR. ഓപ്ഷൻ എ ടു കൺട്രോൾ ദി എമൗണ്ട് ഓഫ് പവർ ഡെലിവേർഡ് ടു ലോഡ്, ഓപ്ഷൻ ബി ഓൺലി റെക്ടിഫിക്കേഷൻ, ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ ആൻഡ് റെഗുലേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ശരിക്കും SCR യൂസ് ചെയ്യുന്നത് കൺട്രോൾഡ് റെക്ടിഫിക്കേഷൻ ആണ്. ഇതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്, കൺട്രോൾ ദ എമൗണ്ട് ഓഫ് പവർ ഡെലിവേർഡ് ടു ദി ലോഡ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇലക്ട്രിക് ഫയർ? ഓപ്ഷൻ എ ഡീവിയേഷൻ, ഓപ്ഷൻ ബി ഓപ്പൺ സർക്യൂട്ട്, ഓപ്ഷൻ സി ഓവർലോഡിംഗ്, ഓപ്ഷൻ ഡി പ്രോപ്പർ എർത്തിങ്. റൈറ്റ് ആൻസർ വരുന്നത് ഓവർലോഡിംഗ് ആണ്, ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ.
Next question, which fire extinguisher is used to put off class C type of fires? Option A, foam type. Option B, jet of water. Option C, dry powdered. And option D, carbon dioxide. The right answer is option C. Dry powdered extinguishers are class C type of fire extinguish use. Next question, which artificial respiration method to be avoided to a person with abdomen injury? Option A, scarf method. Option B, mouth to nose method. Option B, nose to mouth method. Option D, mouth to mouth method. The right answer is option A, scarfers method. Which method is used for blanketing with the foam to extinguish the fire? Option A, cooling. Option B, starving. Option C, smoothering. And option D, heating. Right answer is smoothering. Option C, smoothering is the right answer. Next question, in a Zener diode shunt voltage regulator, the diode regulates so long as it kept in dash condition. Option A, forward. Option B, reverse. Option C, loaded. And option D, unloaded. Right answer is B. Option B, reverse conduction mode. Zener voltage regulator regulation provide. Next question, in a parallel circuit, all components must, option A, have the same potential difference across them. Option B, have the different potential difference across them. Option C, have a higher resistance. Option D, carry same current. Right answer is option A, have the same potential difference across them. Next question, primary advantage of crystal oscillator is that option A, it can oscillate at any frequency. Option B, it gives high output voltage. Option C, its frequency of oscillation remains almost constant. Option D, it operates on very low DC voltage. The right answer is option C. Crystal oscillator, frequency of oscillation remains almost constant. Option C is the right answer. Next question, varactor diode is used for option A, electronic tuning. Option B, rectifier. Option C, amplifier. And option D, clipper circuit. We varactor diode use in tuning purpose. Option A, electronic tuning is right answer. Next question, in an oscillator, the feedback signal is option A, in phase with the input signal. Option B, in phase with the output signal. Option C, out of phase with input signal. And option D, out of phase with the output signal. Oscillator use in the positive feedback, that is in phase with the input signal. Option A right answer. Next question, which electrical quantity is directly proportional to the current carrying capacity of the conductor? This is confusing. Electrical quantity proportional to current carrying capacity of conductor. Option A, wire resistance. Option B, passing current. Option C, conductor's shape. And option D, conductor's diameter. That's key. Correct answer is directly proportional to quantity conductor's diameter. Electrical quantity ayathukonde oru doubt ullathu wire resistance aano ennoru doubt undu. So A or D may be the right answer. Next question, EMF of a cell does not depend on option A, nature of electrolyte. Option B, nature of material of electrode. Option C, concentration of electrolyte. Option D, size and spacing of electrode. The right answer is option D, size and spacing of electrode. Next question, what is the relation between phase voltage and line voltage in delta system? Option A, VL equal to V phase. Option B, V line is equal to √3 V phase. Option C, V line equal to √2 V phase. And option D, V line is equal to 1 by √3 V phase. Right answer is option A. Line voltage equal to phase voltage delta system. Next question, how many gauge numbers in standard wire gauge changes to double the cross-section area of the conductor? Option A, 2 gauge size increased. Option B, 3 gauge size decreased. Option C, 4 gauge size increased. And option D, 5 gauge size increased. Right answer is option B, 3 gauge size decreased. Next question, which metal has a very good conductivity in electric current? Option A, gold. Option B, copper. Option C, silver. And option D, aluminium. Right answer is option C, silver.
ഹൈ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിൽവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് മാൻഡേറ്ററി സൈൻസ്? ഓപ്ഷൻ എ സ്ക്വയർ, ഓപ്ഷൻ ബി സർക്കുലർ, ഓപ്ഷൻ സി ട്രയാങ്കുലർ ആൻഡ് ഓപ്ഷൻ ഡി റെക്ടാങ്കുലർ. റൈറ്റ് ആൻസർ വരുന്നത് സർക്കുലർ ഷേപ്പിലാണ് മാൻഡേറ്ററി സൈൻസ് ഉള്ളത്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്പാസിറ്റേഴ്സ് ക്യാൻ ഹാവ് ഹയസ്റ്റ് കപ്പാസിറ്റൻസ് വാല്യൂ? ഓപ്ഷൻ എ മൈക്ക, ഓപ്ഷൻ ബി പേപ്പർ, ഓപ്ഷൻ സി സെറാമിക് ആൻഡ് ഓപ്ഷൻ ഡി ഇലക്ട്രോലൈറ്റിക്. നമുക്കറിയാം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സിനാണ് ഹയസ്റ്റ് കപ്പാസിറ്റൻസ് വാല്യൂ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ferrite cores are used for option A low frequencies, option B high frequencies, option C very high frequencies and option D none of these. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഹൈ ഫ്രീക്വൻസീസിലാണ് ഫെറൈറ്റ് കോഴ്സ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഹൈ ഫ്രീക്വൻസി ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റെസിസ്റ്റർ ഹാസ് എ കളർ കോഡ് ബാൻഡ് ബ്രൗൺ, ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് ഗോൾഡ്. ഇറ്റ്സ് നോമിനൽ വാല്യൂ. ഓപ്ഷൻ എ 1000 kilo ohm plus or minus 10%, ഓപ്ഷൻ ബി 100 kilo ohm plus or minus 5%, ഓപ്ഷൻ സി 10 kilo ohm plus or minus 5% ആൻഡ് ഓപ്ഷൻ ഡി 1 kilo ohm plus or minus 10%. ഇതില് ബ്രൗൺ, ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് ഗോൾഡ് വരുമ്പോൾ ശരിക്കും 10 into 10⁵ ആണ് വരുന്നത്. അതായത് 1 meg അല്ലെങ്കിൽ 1000 kilo ohm. ഇനി ഫോർത്ത് കളർ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് 5% ആണ് വരേണ്ടത്. സോ ഇതിൽ റൈറ്റ് ആൻസർ ഇല്ല. Next question, neutral atom must have the same number of option A neutrons and electrons, option B protons and electrons, option C positive and negative charges and option D protons and neutrons. നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. സോ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. Next question, diameter of a copper wire is doubled. Its current carrying capacity becomes option A 4 times, option B 3 times, option C twice and option D half. Right answer is option A ആണ് 4 times. Next question, which material is used to make the drill bits for drilling PCB holes? Option A stainless steel, option B high speed steel, option C high carbon steel and option D solid coated tungsten carbide. ഇതിൽ ശരിക്കും ഡ്രിൽ ബിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ കാർബൺ സ്റ്റീലും യൂസ് ചെയ്യാറുണ്ട്, സോളിഡ് കോട്ടഡ് ടങ്സ്റ്റൺ കാർബൈഡും യൂസ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി മേ ബി ദ റൈറ്റ് ആൻസർ, സോളിഡ് കോട്ടഡ് ടങ്സ്റ്റൺ കാർബൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the purpose of providing solder mask on PCB? Option A easy soldering, option B remove conformal coating and option C provide conformal coating and prevent solder bridges. ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പ്രിവെന്റ് സോൾഡർ ബ്രിഡ്ജസ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ഡസ് നോട്ട് ഹാവ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്? ഓപ്ഷൻ എ UJT, ഓപ്ഷൻ ബി ടണൽ ഡയോഡ്, ഓപ്ഷൻ സി SCR ആൻഡ് ഓപ്ഷൻ ഡി FET. ഇതില് ടണൽ ഡയോഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത് UJT, ടണൽ ഡയോഡ്, SCR അങ്ങനെ 3 ഡിവൈസിനും നെഗറ്റീവ് ക്യാരി ഉണ്ട്. വരാതെ ഉള്ളത് ഓപ്ഷൻ ഡി ആണ്, FET ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ.